നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇന്ന് ബീഹാറിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയത്. SIR നടപ്പിലാക്കപ്പെട്ട് 40 ലക്ഷം മുതൽ 50 ലക്ഷത്തിലധികം വരെ ആളുകൾ പുറത്താക്കപ്പെട്ട ബീഹാറിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. വലിയ തോതിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധി തെളിവുകളെ മുൻനിർത്തിക്കൊണ്ട്. അതേസമയം കോൺഗ്രസിന് മുൻപ് പരാതിയൊന്നുമില്ലായിരുന്നല്ലോ എന്ന ചോദ്യം കോൺഗ്രസിനോട് മാത്രമായി ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ പരാതി മാത്രമാണോ, അതോ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ആകമാനമുണ്ടായിരിക്കുന്ന അട്ടിമറിയെക്കുറിച്ച്, ക്രമക്കേടുകളെക്കുറിച്ച് ആണ് അദ്ദേഹം സംസാരിക്കുന്നത്? അപ്പോൾ കോൺഗ്രസിന് മുൻപ് പരാതി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം കോൺഗ്രസിനോട് മാത്രമായി ചോദിച്ച ആ പ്രശ്നത്തെ കോൺഗ്രസും കമ്മീഷനും തമ്മിലുള്ള പ്രശ്നമാക്കി ചുരുക്കാനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്? ഒരേ ഫോട്ടോ വെച്ച് 22 പേർ 100 പേർ എങ്ങനെ വോട്ട് ചെയ്യുന്നുവെന്ന് വിശദീകരിക്കാൻ കമ്മീഷന് കഴിയുന്നില്ല. ഡബിളിംഗ് കണ്ടുപിടിക്കാൻ കമ്മീഷന് സംവിധാനമുണ്ട്, AI സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ട്, എന്നിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട് എന്നിരിക്കെ ആ സംവിധാനം എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തെളിവുകൾ പരിശോധിക്കാൻ വീഡിയോ ദൃശ്യങ്ങളാണ് പ്രധാന തെളിവ് എന്നിരിക്കെ അവയെല്ലാം 45 ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയാമെന്ന തീരുമാനം എന്തുകൊണ്ടെടുത്തു എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അതിന് ഉത്തരമില്ല. ഒരൊറ്റ വീട്ടിൽ മാത്രം 501 വോട്ടർമാർ എങ്ങനെ ഉണ്ടായി എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. 10 പേര് കൂടുതൽ ഒരു വീട്ടിൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഉണ്ടായാൽ ഗ്രൗണ്ട് സർവേ നടത്തി അതിലെ വസ്തുത കണ്ടെത്തേണ്ട എന്ന നിയമം, ആ നിയമം എവിടെ പോയി എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്. എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടായിട്ടും ഞങ്ങൾ വോട്ട് പട്ടികയിൽ നിന്ന് വെട്ടിപ്പോയി എന്ന ആളുകൾ വന്ന് വീഡിയോയിൽ സാക്ഷിമൊഴി പറയുന്നു. അവരുടെ വോട്ടുകൾ എന്തുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഴുതടച്ച സംവിധാനമായി, സുതാര്യ സംവിധാനമായി, നീതിയുക്ത സംവിധാനമായി അല്ല പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തി നിർത്തിയിരിക്കെയാണ് ബീഹാറിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ബീഹാറിൽ നടക്കുമോ വോട്ട് ചോരി? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം നീതിയുക്തമായി നടന്നിട്ടുണ്ട്, സുതാര്യമായി നടന്നിട്ടുണ്ട്. അവിടുത്തെ ജനവിധിയെ നമുക്ക് എത്ര പൂർണ്ണ തോതിൽ എടുക്കാൻ കഴിയുമെന്ന ചോദ്യവും അവിടെ ഉണ്ടല്ലോ. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്, ലാൽകുമാർ നിരീക്ഷകൻ, ശ്രീ ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ, ദീപക് പ്രകാശ് സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, ഈ രാഹുൽ ഗാന്ധി ഇന്നലെ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിവരങ്ങൾ അത് കേവല ആക്ഷേപങ്ങൾ മാത്രമാണ്, അതിൽ തെളിവുകളുടെ അംശമൊന്നുമില്ല എന്ന് പറയുമോ താങ്കൾ? ഇല്ല, രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ഗൗരവമുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ്. അതിലും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അകത്ത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഡിസ്ക്രിപ്പൻസീസ്, ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അത് എക്കാലവും ഉണ്ടായിരുന്ന ഒരു കാര്യവുമാണ്. ഇപ്പം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പരാതി ഉന്നയിക്കും. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയും. അദ്ദേഹം ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ നടപടിയെടുക്കാൻ തയ്യാറാണ്, നമ്മൾ ചെയ്യാം. ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിന് വ്യവസ്ഥാപിതമായ രീതിയിൽ, നിയമപരമായ രീതിയിൽ, ഭരണഘടനാനുസൃതമായി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ദയവ് ചെയ്ത് താങ്കൾ ഔദ്യോഗികമായി സത്യവാങ്മൂലത്തോടുകൂടി ഞങ്ങൾക്ക് പരാതി തരിക, ഞങ്ങളത് ചെയ്യാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. ഇനി അങ്ങനെ കൊടുത്തിട്ടും ചെയ്തില്ലെങ്കിൽ ഇവിടെ നമ്മുടെ നീതിന്യായ സംവിധാനമുണ്ട്, അങ്ങനെ ചെയ്യുക. ഇതല്ലേ എന്നും ഇവിടെ എത്രയോ നാളായിട്ട് ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ജനങ്ങളുടെ കോടതിയിലാണ് വിശ്വാസം. ഈ ഇലക്ഷൻ കമ്മീഷനെ നന്നാക്കൽ ഞങ്ങളുടെ ജോലിയല്ല. ഈ രീതിയിൽ പറഞ്ഞൊഴിയാതെ രാഹുൽ ഗാന്ധി ഈ കാണിക്കുന്ന ഗൗരവം കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ രാജ്യത്തെ നിലനിൽക്കുന്ന ലോ ഓഫ് ലാൻഡ് അനുസരിച്ച് നിലനിൽക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഭരണഘടനയും ഒക്കെ അനുസരിച്ച് അതിനകത്ത് ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ ഗാന്ധി ഇനി തുടർന്ന് ചെയ്യേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ എന്തെന്ന ചോദ്യവും അതിന്റെ സാങ്കേതിക വിശദീകരണവുമാണ് ഞാൻ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ബ്രസീൽ മോഡലിന്റെ പേര് വെച്ച് 22 കാർഡുകൾ ഉണ്ടാക്കി അച്ചടിച്ച് വിതരണം ചെയ്ത് ആരൊക്കെയോ വോട്ട് ചെയ്യുന്നു. ഒരൊറ്റ ആളുടെ പേരിൽ 202 വോട്ട് ചെയ്യുന്നു. ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേഷൻ തടയാനുള്ള ഒരു പരിശോധനയും നടക്കുന്നില്ല. ഒരൊറ്റ വീട്ടിൽ 501 ആളുകളുടെ പേര് വിലാസം രേഖപ്പെടുത്തി വോട്ട് ചെയ്യുന്നു. BJP നേതാക്കൾ അവിടെയും ഇവിടെയും ഹരിയാനയിലും ഉത്തർപ്രദേശിലും വോട്ട് ചെയ്യുന്നു. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വോട്ട് ചെയ്ത BJP വർക്കർ ഇപ്പോൾ ബീഹാറിൽ വോട്ട് ചെയ്തിരിക്കുന്ന വിവരം ഇന്നിപ്പോൾ പുറത്തു വരികയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസ പ്രശ്നം ഉയർത്തിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ മാത്രം വിശ്വാസ പ്രശ്നമല്ല, ഈ കോമൺ പബ്ലിക്കിന് മുഴുവൻ ആ വിശ്വാസ പ്രശ്നമുണ്ട്. പബ്ലിക്കിനോട് വിശദീകരിക്കണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അല്ലാതെ രാഹുൽ ഗാന്ധിയോട് നിങ്ങൾക്കന്ന് പരാതി ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്കിപ്പോൾ പരാതി ഉണ്ടെങ്കിൽ എന്നതല്ല.
ഒരാളൊരു പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു, അത് ആക്ഷേപമല്ല, ആരോപണമല്ല, അതിന് തെളിവുകളുണ്ട്, അത് ജനങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ജനങ്ങളോട് സംസാരിക്കാനുള്ള ബാധ്യത കമ്മീഷനുണ്ടെന്നിരിക്കെ ഇത് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള എന്തോ ഒരു ഏർപ്പാടാക്കി ചുരുക്കാം എന്ന് കമ്മീഷൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തൊരു കളിയാണ്? അല്ല, ഞാൻ അത്രയല്ലേ പറഞ്ഞുള്ളൂ. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഇത് ഉന്നയിച്ചിരിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജനങ്ങളോടും പൗരന്മാരോടും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് പെരുമാറണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അങ്ങനെ ഉണ്ടോ? രാഹുൽ ഗാന്ധി ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം സീരിയസ് ആണ്, അത് സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് സംശയം ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രക്രിയയെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ബാധ്യത കമ്മീഷന് ഇല്ല എന്നാണോ? അങ്ങനെ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇവിടെ ഉണ്ട്. അതായത് ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ, വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ, രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെങ്കിൽ ഉടനടി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ സംശയം തീർക്കണം. ഈ ജനാധിപത്യ പ്രക്രിയയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രശ്നം തീർക്കണം. അല്ലാതെ പരാതി വന്നാൽ മാത്രം ഇടപെടാം എന്ന് പറയാൻ തക്കവണ്ണം ഇത് കേവലാക്ഷേപമല്ല, ഇത് കംപ്ലീറ്റ് തട്ടിപ്പാണെന്നൊരു സംഗതി നമ്മുടെ മുമ്പിൽ ഇതാ ഒരു പ്രസന്റേഷനായി വന്നിരിക്കുന്നു. അപ്പോൾ ഇടപെടാനുള്ള ഒരു ബാധ്യതയില്ല കമ്മീഷൻ എന്നാണോ താങ്കൾ പറയുന്നത്? പരാതി കിട്ടിയാൽ മാത്രം ഇടപെട്ടാൽ മതിയെന്ന്? നിഷാദെ, നിങ്ങളുടെ പ്രസംഗം കേൾക്കാനാണെങ്കിൽ നിങ്ങൾ എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഞാനത് സൗകര്യം പോലെ കേട്ടോളാം കേട്ടോ. ഇവിടെ ഈ ഇത്രയും തുടങ്ങിയതിന് ശേഷം ഒരു 80% സംസാരിച്ചത് താങ്കളാണ്. അങ്ങനെയാണ് പിന്നെ എന്തിനാ ഇങ്ങനത്തെ ചർച്ച? അതിന്റെ ആവശ്യമില്ലല്ലോ. നോക്കൂ, ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ശരി, കമ്മീഷൻ എങ്ങനെയായിക്കട്ടെ, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിന് ഒരു ഫർദർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല? ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം വിടൂ. നിങ്ങൾ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമല്ല പെരുമാറുന്നത്. പക്ഷേ നീതിപൂർവം അല്ലാതെ അത് ഇടപെടുന്ന ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് അത് ചെയ്യിക്കേണ്ട ബാധ്യതയും കൂടെ ഇല്ല. അതിന് ഈ നാട്ടിൽ ഓപ്ഷൻസ് ഉണ്ട്, അത് ചെയ്യിക്കാൻ കഴിയും. ഇവിടെ SIR-നെതിരെ കോടതി പോയില്ലേ? SIR-നെതിരെ കോടതി പോയി, അത് നിരോധിക്കണമെന്ന് പറഞ്ഞു. കോടതി അത് കേട്ടില്ല. പക്ഷെ കോടതി അതിന്റെ അകത്ത് ഇലക്ഷൻ കമ്മീഷനോട് പോലും വിമർശനാത്മകമായ രീതിയിൽ ഇടപെട്ടു. നിങ്ങൾ തന്നെ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനോട് കോടതി ഇടപെട്ടതിനെ തുടർന്ന് ആധാർ വാലിഡാക്കി, കോടതി ഇടപെട്ടതിനെ തുടർന്ന് ഡിലീറ്റഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ കോടതി ഇടപെടേണ്ടി വന്നു. അപ്പോൾ കോടതി ഇടപെടും. ആ ഓപ്ഷൻ ഈ കാര്യത്തിൽ, ഇത്ര ഗൗരവമായ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കണമെന്നുള്ള വിനീതമായ അഭിപ്രായമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ അകത്ത് എന്തിനാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇത്രയധികം അത് പറയുമ്പോൾ ഇത്രയധികം ഇങ്ങനെ വയലന്റ് ആവുന്നത് എന്തിനാണ്? ഞാൻ വയലന്റ് ആയില്ല. ഞാൻ ചോദിക്കുന്നത്, ഷാബു പ്രസാദ്, രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി, അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഉയർത്തി കാണിച്ചു. ഞാൻ ഒരു പൗരൻ, വോട്ടർ എന്ന നിലയ്ക്ക് അത് കാണുമ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ നോക്കുമ്പോൾ സ്വീറ്റി എന്ന പേരിലും വിമല എന്ന പേരിലും സരസ്വതി എന്ന പേരിലൊക്കെ ഒരു ബ്രസീലിയൻ യുവതി നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ആളുടെ പടം വെച്ച് 200 കാർ അടിച്ച് അവർ വോട്ട് ചെയ്തിരിക്കുന്നു. 501 പേര് ഒരു വീട്ടിൽ നിന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. BJP-ക്കാർ വന്ന് അപ്പുറത്തും ഇപ്പുറത്ത് വോട്ട് ചെയ്തിരിക്കുന്നു. തെളിവുകൾ കാണിച്ചിരിക്കുകയാണ്. ആ തെളിവുകളെക്കുറിച്ച് പൗരനായ എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകനോ നേതാവൊന്നുമല്ല. എൻ്റെ ആശങ്ക നിവർത്തിച്ച് തരില്ല ഈ കമ്മീഷൻ എന്നാണോ? രാഹുൽ ഗാന്ധിയാണ് ആ പ്രശ്നം കൊണ്ടുവന്നത്. അയാൾ പരാതി എന്നാൽ മാത്രമേ ഇടപെടൂ, അല്ലാതെ ഈ അവിശ്വാസ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്നാണോ ഈ കമ്മീഷൻ വിചാരിക്കുന്നത്? നിഷാദിന് ഈ നിമിഷം ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഈ കാര്യം പറഞ്ഞ് നിഷാദിന് കൊടുക്കാം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി. നിഷാദിന് കൊടുക്കാം. ഈ നാട്ടിൽ ഓരോ പൗരനും അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഈ ചർച്ച ഇപ്പം ഇവിടെ ഈ SIR-നെ പറ്റി ചർച്ച നടക്കുന്നു. ഭയങ്കര SIR അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഒരൊറ്റ ചാനൽ, ഒരു BLO-യെ, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു BLO-യെ വിളിച്ചിരുത്തി ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു. ഞാൻ ഇപ്പൊ ലിങ്ക് തരും. ഈ നാട്ടിലും ഇപ്പൊ തരും ലിങ്ക്. ഇപ്പൊ ഞാൻ ലിങ്ക് തരും. അത് ഞങ്ങൾ കാണിച്ചതിന്റെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വെരി ഫസ്റ്റ് ഡേ ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ മുമ്പിലാണ്. ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു ഓൺലൈൻ ചാനലിലാണ് ഞാനും ഒരു BLO ഇത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വാദം പിൻവലിക്കുന്നു. കണ്ടില്ല, അതുകൊണ്ടാണ് കണ്ടില്ല. ഓക്കെ ഗുഡ്. അതാണ് വളരെ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞുള്ളൂ. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ ചെയ്തു. അതിപ്പോ 2,09,000 ആൾക്കാർ കാണുകയും ചെയ്തു 2 days ബാക്ക്. നമ്മൾ ഗുഡ്. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്റെ അടുത്തും നിങ്ങളുടെ അടുത്തും ഇതേപോലെ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ആരും ആ ഓപ്ഷൻ എടുക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം.
ഇത്ര ആശങ്കയുണ്ടെങ്കിൽ ശരി, ആശങ്കയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഗൗരവമായ വിഷയമാണ്. അത് ഈ ഒരു പത്രസമ്മേളനം നടത്തി ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അത് അവർ ചെയ്യട്ടെ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു കാര്യമുണ്ട്, എത്രയോ ഇലക്ഷൻ, ഇപ്പൊ BJPക്കും ഇലക്ഷൻ്റെ അകത്ത് പരാതി ഉണ്ടായിട്ടുണ്ട്, ധാരാളം ആ പരാതി കൊണ്ട് പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്തത്. അല്ല, പത്രസമ്മേളനം നടത്തേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? പ്രോപ്പറായി ആക്ഷൻ എടുക്കില്ല എന്ന ഒരു വിശ്വാസ പ്രശ്നം കൊണ്ടല്ലേ? ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ചോദിക്കട്ടെ, അതായത് കർണാടകയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വീടുകൾക്ക് നമ്പറായി 0 കൊടുത്തിരിക്കുന്നു, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. അത് വിശദീകരിക്കാൻ കമ്മീഷൻ ഞാൻ ഒറ്റ സെക്കൻഡ് പൂർത്തിയാക്കട്ടെ. അത് വിശദീകരിക്കാൻ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി. എന്നിട്ട് കമ്മീഷൻ പറയാണ് 0 നമ്പർ കൊടുത്തത് എന്തിനാണ്? വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ത്യയിലുണ്ട്, ഹോംലെസ് ആയിട്ടുള്ള എത്ര പേരുണ്ട്, അതിനാണ് 0 കൊടുത്തിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി അടുത്തുള്ള വാർത്താ സമ്മേളനത്തിൽ കാണുന്ന എന്താണ്? 0 നല്ല അപ്പർ മിഡിൽ ക്ലാസ് വീടുള്ള ആളുകൾക്ക് 0 കൊടുത്തിരിക്കുകയാണ്. എന്തിനാണത്? അയാളുടെ പേര്, അയാളുടെ വീട്ട് അഡ്രസ്സ്, അയാളുടെ പടം, ഇത് മാച്ചിങ് ആവാൻ പാടില്ല, കൺഫ്യൂഷൻ ആവണം. ഇതിന്റെ പരിശോധനാ സംവിധാനം കോംപ്ലക്സ് ആക്കാനുള്ള ഏർപ്പാടാണ്. അത് തെളിവ് കാണിച്ചിരിക്കുകയാണ്. വീടുള്ള ആൾ, അപ്പർ മിഡിൽ ക്ലാസ് വീടുള്ള ആളുകൾക്ക് 0 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കമ്മീഷൻ ഈ കാര്യത്തിലൊന്നും പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയുമില്ല, വസ്തുതയുമില്ല എന്ന് വന്നാൽ വാർത്താ സമ്മേളനം നടത്തുകയല്ലാതെ വേറെന്താ വഴി? അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ നാട്ടിലെ കോടതിയും വിശ്വാസമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ നിങ്ങൾ എന്തുകൊണ്ട് നിയമവ്യവസ്ഥയുടെ മുമ്പിൽ, നമ്മുടെ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നില്ല? കോടതി ഇലക്ഷൻ കമ്മീഷനെ ശാസിച്ചിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനെതിരെ വിധികൾ വന്നിട്ടുണ്ട് ഈ നാട്ടില്. അവിടെ ഉണ്ടല്ലോ, അതാണല്ലോ ഈ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ വാച്ച് ഡോഗ് ആരാണ്? നമ്മുടെ കോടതികളാണ്. ശരി, ഞാൻ എന്റെ ചോദ്യം, ഷാബുവിന്റെ ടേക്ക് എന്താണ്? കോടതിയിൽ പോയാൽ കോടതി പരിശോധിക്കണം, തീരുമാനം എടുക്കണം, അവർ കോടതി പോയി. ഷാബു ഇത് കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് റേസ് ചെയ്തിരിക്കുന്നു കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കുന്നത് കാര്യം, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എക്കാലത്തും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യത്തെ ഇലക്ഷൻ മുതൽ ഇപ്പോൾ വരെ ഈ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രശ്നങ്ങളുണ്ട്, ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് 501 പേര് ഒറ്റ വീട്ടിൽ, 501 പേര് ഒറ്റ വീട്ടിൽ, 62 പേര് ഒരു BJP നേതാവിന്റെ വീട്ടിൽ, ഇതൊക്കെ സാധാരണ പ്രശ്നമാണ്, കൈപ്പിഴകളാണ് എന്നാണ് താങ്കൾ കാണുന്നത്? ഇതൊക്കെ മാറ്റേണ്ടതാണ്. അല്ലെന്നാണ് ഇതൊക്കെ മാറ്റാനും കൂടിയാണ് ഈ നാട്ടിൽ SIR നടക്കുന്നത്. SIR എന്ന് പറയുന്ന സാധനം ഈ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷനെ, ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ താങ്കളുടെ പോയിന്റ് പരാതി കൊടുക്കണം, കോടതിയിൽ പോകണം എന്നുള്ളതാണ്. ഈ കാണുന്ന സംഗതി അത് മാത്രമല്ല എന്റെ ടേക്ക് ഒന്നും കൂടെ ഉണ്ട്. ഇപ്പം പറഞ്ഞല്ലോ പരാതി കൊടുക്കുന്ന, അതൊരു വശത്ത് നടക്കട്ടെ. ഈ നാട്ടിൽ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ടല്ലോ, വലിയൊരു ജനകീയ പ്രക്ഷോഭം നടക്കണം എന്ന് ഇവര് തുറന്നു പറയുന്നില്ല. ബംഗ്ലാദേശിലെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവരുടെ മുമ്പിലുണ്ട്. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ അനിശ്ചിതകാലം നിരാഹാരം ആരംഭിക്കണം. ശരി, നിജേഷ് അരവിന്ദ്, ഇതിനകത്ത് എന്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല, എന്തുകൊണ്ട് ഒരു മാസ് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് വഴുതുകയാണ് ഷാബു പ്രസാദ്. ഞാൻ വഴുതുകയല്ല, ഷാബുവിന്റെ പോയിന്റ് അതാണ്. ഇത്ര ഗൗരവമുള്ള സംഗതിയാണെങ്കിൽ, ഉറപ്പുള്ള സംഗതിയാണെങ്കിൽ, ഉത്തരവാദിത്തമുള്ള സംഗതിയാണെങ്കിൽ നിങ്ങളത് മൂവ് ചെയ്യണം, പരാതി ഉണ്ടെന്ന്. ഷാബു പ്രസാദിന്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗൗരവപൂർണമായ വിഷയമാണ്, നമുക്കത് സ്വീകരിക്കാം. രണ്ടാമത് അദ്ദേഹത്തിന്റെ ന്യായീകരണം, അത് നമുക്ക് വിട്ടുകളയാം. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. ഈ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് 28 മണിക്കൂർ ആവുന്നത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെറുതെ ഒരാളല്ലല്ലോ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് കാര്യകാരണസഹിതം ഒരു പത്രസമ്മേളനം നടത്തിയതിന് മറുപടി പറയണ്ടേ? അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണ്? കിരൺ റിജ്ജു എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ അതേ മറുപടി. അവിടെ ബൂത്ത് ഏജന്റ് അല്ലേ കോൺഗ്രസിന്? കോൺഗ്രസ് അല്ലേ നോക്കേണ്ടത്? ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത്? നേരത്തെ മഹാദേവപുരയിലെ ക്രമക്കേടിനെ പറ്റി പറഞ്ഞ സമയത്ത് വളരെ കൃത്യമായി തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞ സമയത്ത് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് ഒരു പത്രസമ്മേളനം വിളിച്ചല്ലോ, അത് ചീറ്റിപ്പോയില്ലേ?
എന്തേ പത്രസമ്മേളനം നടത്താനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, അന്ന് അത്രയും ബാലിശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അതിനുശേഷം അനന്തര കാര്യങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയില്ല. ഇന്നലെ ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഭരണം നമ്മൾക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ അവകാശമാണ് വോട്ടവകാശം. ആ സംസ്ഥാനത്ത് 5,21,619 ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് തെളിവ് സഹിതം പറയുമ്പോൾ 93,174 വോട്ടുകൾ വ്യാജവിലാസത്തിലൂടെ ചേർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നേരത്തെ നിഷാദ് സൂചിപ്പിച്ച കൂട്ട വോട്ടുകൾ, ഒരു വീട്ടിൽ 500ഉം 1000 വോട്ടുകൾ ചേർത്തിയ 19,26,351 വോട്ടുകൾ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറയുമ്പോൾ, അങ്ങനെ 25,41,144 വോട്ടുകൾ അട്ടിമറിച്ചിട്ടാണ് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഭരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന് ഇത് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ BJP വിട്ടേക്കുക, വലതുപക്ഷ നിരീക്ഷകരെ വിട്ടേക്കുക. ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ഒരു സംസ്ഥാനം അങ്ങ് തെരഞ്ഞു പിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തപ്പോൾ ഇവരൊക്കെ വോട്ട് ചെയ്തത് BJPക്കാണ് എന്ന് എന്ത് ഉറപ്പാണ് എന്നുള്ളത് ബാലിശമായ ചോദ്യമാണോ നമ്മൾക്ക് വേണ്ടത്? 0 വോട്ട്, 0 വീട്ട് നമ്പർ. നമ്മളന്ന് പറഞ്ഞു 0 വീട്ട് നമ്പർ പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് വഴിയോരത്തുള്ള ആളുകളാണ്. ഇന്നലെ തെളിവ് സഹിതം ഇരട്ട നിലയുള്ള വീടുകളുടെ ചിത്രം 0 കാണിച്ചപ്പോൾ അതിന്റെ മറുപടി പറയണ്ടേ? 500 വോട്ടുകൾ ഒരു വീട്ടിനകത്ത് ഉള്ളതിന് ചോദ്യം ചോദിച്ചാൽ അത് ഇന്നത്തെ കൊണ്ടാണ് എന്ന് മറുപടി പറയണ്ടേ? അങ്ങ് ബ്രസീലിലെ മോഡലിന്റെ ചിത്രം 22 സ്ഥലത്ത് സീറ്റിയായും സീമയായും സരസ്വതിയായും അങ്ങ് അഞ്ജനയായും അഞ്ജുഷയായും വ്യത്യസ്ത പേരുകളിൽ ഇന്ത്യ രാജ്യത്തെ ഒരു വോട്ടർ പട്ടികയ്ക്കകത്ത് വന്ന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കണ്ടേ? ഇതെല്ലാം അംഗീകരിക്കുകയാണ്. അതിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾക്കിത് പറയാനുള്ളത് ജനങ്ങളോടാണ്. ഇന്ത്യ രാജ്യത്തെ പൗരന്റെ അവകാശം നമ്മൾക്കറിയാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പേ നടക്കില്ല എന്ന് ലോകം വിശ്വസിച്ച കാലത്ത്, അക്ഷരാഭ്യാസം 20% താഴെ മാത്രം ഉള്ള കാലത്ത് ഒരു ജനാധിപത്യം പരീക്ഷിച്ച നാടിന്റെ പേരാണ് ഇന്ത്യ. അന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അടയാളങ്ങൾ കൊടുത്ത് ആ അടയാളങ്ങൾക്ക് വോട്ട് ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പൗരന്റെ അവകാശം നടപ്പിലാക്കിയ രാജ്യത്ത് ടെക്നോളജി അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ ഇരട്ട വോട്ടുകളെ ഒരു ആപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ AI ഉപയോഗിച്ച് ഓരോന്നിനെയും കണ്ടെത്താനുള്ള ശേഷിയുണ്ട് എന്ന് പറയുന്നിടത്ത് ഈ തട്ടിപ്പ് മുഴുവൻ ആ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഭരണ നേതൃത്വം ചെയ്യുമ്പോൾ അതിന് നിന്നുകൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പുറത്തു വന്ന് പറഞ്ഞു ഇത് തെറ്റാണ്. കമ്മീഷൻ പറയേണ്ടത് പറയുന്നില്ല, കമ്മീഷൻ ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കമ്മീഷണർമാർ വന്ന് പറയുമ്പോൾ TN ശേഷൻ ആരംഭിച്ച ഒരു യുഗമുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അപ്പോഴും ഈ പരാതി കൊടുക്കുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നു എന്നാണ്. അപ്പോഴും ഈ പരാതി കൊടുക്കുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നു എന്നാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് വിശ്വാസമില്ല, ഒരു കാര്യമില്ല എന്നുകൊണ്ടാണോ? അല്ല നിഷാദ്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിഷാദെ, ഇന്ത്യയിലെ കോടതിക്കകത്ത് തെരഞ്ഞെടുപ്പ് കേസുകളുടെ ചരിത്രം നിങ്ങൾ എടുക്ക്. തെരഞ്ഞെടുപ്പ് കേസുകളുടെ ചരിത്രം ഏത് കേസ് പറഞ്ഞാലും കോടതി പറയുന്നത് എന്താണെന്ന് അറിയോ? 30 ദിവസത്തിനകം ഓരോ പെർട്ടിക്കുലർ കേസിൽ തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കാനുള്ള പെർട്ടിക്കുലർ കേസിൽ ആ പെർട്ടിക്കുലർ കേസിലെ കേസ് കൊടുക്കുന്നത് പോലെയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് മൊത്തമായിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തി അധികാരത്തിൽ വരിക എന്നുള്ള ഒരു കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ബോധവൽക്കരിക്കപ്പെടുന്നതും ബോധവൽക്കരിക്കപ്പെടേണ്ടതും പൗരനാണ്, പൗരന്റെ അവകാശമാണ്. ആ പോയിന്റ് ക്ലിയർ ആണ്. ഒരു നിയമപരമായ നടപടിയിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയല്ല, മറിച്ച് പൗരനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ അടിസ്ഥാന അവകാശമായ വോട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ടോളൂ, തെരഞ്ഞെടുപ്പെല്ലാം ശരിയായിട്ടാണ് നടക്കുന്നതെന്ന് പരിശോധിച്ചോളൂ എന്ന എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കാണുന്നു. അല്ലാതെ കമ്മീഷൻ നാളെ പരാതി കിട്ടിയാൽ നന്നാക്കി കളയുമെന്ന അതിവിശ്വാസമല്ല എന്ന്. ശ്രീ ലാൽകുമാർ, ഇവിടെ നോക്കൂ, ഈ നിരന്തരമായി രാഹുൽ ഗാന്ധി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രതികരിക്കേണ്ട സിസ്റ്റം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞെട്ടേണ്ട സിസ്റ്റം, പ്രോപ്പർ ആക്ഷൻ അതിവേഗത്തിൽ എടുക്കേണ്ട സിസ്റ്റം അവർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. വളരെ കറക്റ്റാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞല്ലോ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു ഭാഗം അത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണോ എന്ന് ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നു സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ് എന്നത് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അടുത്ത ചോദ്യം, ഇത് ആര് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യനാണ് ഉത്തരം നമുക്ക് കിട്ടേണ്ടത്. നോക്കൂ, രാഹുൽ ഗാന്ധി ഒരു പരാതിക്കാരനല്ലാന്നിരിക്കട്ടെ, രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തുന്നേ ഇല്ല. അതേ സ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന് ഇത് മനസ്സിലാവുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സിനുള്ള
പരിപാടി ചെയ്യണ്ടേ? അതിൻ്റെ സ്റ്റെപ്സ് അവരെടുക്കണ്ടേ? അതെന്നെ എടുക്കണ്ടാത്ത ഈ ഡോക്യുമെൻറ്റിൻ്റെ നോക്കൂ, ഈ ഇലക്ട്രൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് ആരാണ് പ്രിപ്പയർ ചെയ്തത്? ആരാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്? ആരാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ആരാണ് ആഡ് ചെയ്യുന്നത്? ഈ പ്രോസസ്സുകളെല്ലാം നടത്തുന്നത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുമ്പം അവരുടെ റോള് ഒരു കാരണവശാലും അത് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അപ്പം അവരുണ്ടാക്കിയ രേഖയ്ക്കകത്ത് ഒരു പെശ കൊണ്ട് എങ്കിൽ ആ രേഖ തിരുത്തേണ്ടത് ആരാണ്? നമ്മൾ സുപ്രീം കോടതി പൊക്കോളാൻ പറയുക, അല്ലെ നമ്മൾ ഹൈക്കോടതി പൊക്കോളാൻ പറയുക. എൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയുക. അത് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്തൊരു കറപ്ഷൻ ഉണ്ട്, ഒരു മാൽ പ്രാക്ടീസ് ഉണ്ട് എന്ന് രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അത് കോടതിയിൽ കൊണ്ടുവന്ന് നമ്മളൊരു പെറ്റീഷൻ കൊടുത്ത് ആ പെറ്റീഷനകത്ത് ഇതെല്ലാം റിട്ട് പെറ്റീഷനകത്ത് ഇതെല്ലാം എഴുതി അപ്പോൾ ഉള്ള കുഴപ്പം എന്നറിയോ? അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. അത് രാജ്യത്തെ ജനങ്ങൾ സാധാരണക്കാരനറിയില്ല. സാധാരണക്കാർ പൂർണ്ണമായി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണമെന്നില്ല. ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ലിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും എങ്ങനെ അറിയാൻ പറ്റില്ല. ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പറ്റില്ല. കാര്യം അതിൻ്റെ പുറകെ മാധ്യമങ്ങൾ പോകത്തില്ല. മാധ്യമങ്ങളും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ചർച്ചയ്ക്കെടുക്കുന്നത് ജനങ്ങളുടെ അടുക്കിലേക്ക് ഇത് എത്തിക്കുന്നതിന് കാരണം ഇത് പരസ്യമായ വാർത്താ സമ്മേളനം നടത്തുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് കോടതിയെ വിശ്വാസമില്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കോടതിയെ വിശ്വാസമുള്ള കാര്യമാണ്. കോടതി ഈ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന നമ്മൾ വീണ്ടും കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു കക്ഷികളോ ഓരോ ആവശ്യങ്ങൾക്ക് കോടതിയെ തന്നെയാണ് സമീപിക്കുന്നത്. ആ കോടതിയെ വിശ്വാസം ഇല്ലയോ എന്നുള്ള ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ഈ പറയുന്ന പൊളിറ്റിക്കൽ ആൻസർ കിട്ടേണ്ടതിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, നോക്കൂ, ഈ പറയുന്ന ഡോക്യുമെന്റിനകത്ത് വീഴ്ച എന്താ? അഡ്രസ്സിന്റെ കാര്യം, സീറോ അഡ്രസ് എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞല്ലോ. ശരി, ഈ സീറോ അഡ്രസ്സിലുള്ള ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു വിഷയമാണ്. ഈ പറയുന്ന ഇപ്പൊ ലാൽ കുമാർ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ അഡ്രസ്സ് സീറോ ആണ്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ പേരിൽ എങ്ങനെയാണ് APQ എന്നൊക്കെ വരുന്നത്? അതിനകത്തൊരു പേരുണ്ടാകത്തില്ലേ? അതൊരു പേരുണ്ടാകണ്ടേ അവിടെ? അങ്ങനെ വരുന്നേ? ഒരു വീട്ടിൽ 500 വോട്ടേഴ്സ്, അതിൻ്റെ ഗ്രൗണ്ട് ചെക്ക് നടത്തണ്ടേ? അത് ആര് നടത്തി? ചോദ്യമാണ്. നോക്കൂ, ഇതുമായിട്ടൊക്കെ ചേർത്ത് വായിക്കേണ്ടത് ഇതിൻ്റെ മാൽ പ്രാക്ടീസിൻ്റെ ഒരു പ്രശ്നം. നോക്കൂ, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിനകത്തെ ഒരു മെമ്പറായിരുന്നു ആ ബോഡിയുടെ. ഇവർ അമെൻഡ് ചെയ്തെടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട ഈ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട സാധനം അമെൻഡ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ് ഇതൊരു ലാർജർ നറേറ്റീവായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നോക്കൂ, കേരളത്തിൽ ഗോപാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. ഈ ഗോപാലകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഗോപാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ജാഗ്രതയോടുകൂടി നോക്കേണ്ട കാര്യമാണ് കേട്ടോ. ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്താ? നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്, എല്ലാ ചർച്ചകളും വരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ, അല്ലേ അദ്ദേഹം ഉപയോഗിച്ച വാക്കല്ലേ? എന്തിനാ BJP-ക്കാർ കൊണ്ടുവരുന്നേ? കാശ്മീരിൽ നിന്ന് ഒരു പൗരൻ ഈ രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് വന്ന് താമസിക്കാൻ, അയാൾക്കൊരു പെർമനന്റ് റെസിഡന്റ് ആകാൻ കേരളത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വരുന്നു. അയാൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ അയാൾ ഇവിടെ വോട്ട് ചെയ്യും, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കും. അതിന് BJP-യുടെ സഹായമോ CPM-ന്റെ സഹായമോ കോൺഗ്രസിന്റെ സഹായമോ വേണ്ട. പക്ഷെ സംഭവിക്കുന്നതിനാ, ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരാൾ കൊണ്ടുവരുക. അതാണ് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പറയുന്ന കൊണ്ടുവരുന്ന ആളുടെ പേര് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കും. എന്നിട്ട് ഇവിടുത്തെ വോട്ട് കഴിയും. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് അപ്പോഴല്ലല്ലോ നടക്കുന്നത്, പിന്നീട് അവിടെ പോയി വീണ്ടും വോട്ട് ചെയ്യും. ഇത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതാ. ഈ 2 വോട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് ആരാണ്? ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് പരാതിയുണ്ട്. പരാതി എഴുതി കൊടുത്താലേ ഇവർ സ്വീകരിക്കത്തുള്ളൂ. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രാജ്യത്ത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ്. നോക്കൂ, ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ഫണ്ടമെന്റൽ ടെനന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പാണ്. ആ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് നശിച്ചാൽ ഇതെല്ലാം പോയി. ആ സ്ഥാപനത്തിന്റെ ട്രസ്റ്റ് നശിക്കുന്ന രീതിയിലാണ് ഇവർ ഇടപെടുന്നത്. ഇപ്പൊ നോക്കൂ, കിരൺ റിജു പറഞ്ഞ എന്താ? കിരൺ റിജു പറഞ്ഞത് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വീഡിയോ അതും ടാമ്പേർഡാണ്, അത് കള്ളത്തരമാണ്. നമ്മളെല്ലാം കേട്ടതാണ്, നമ്മളെല്ലാം ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് മലയാളിക്ക് ഈ കാര്യം മനസ്സിലായി. ഇത് എവിടാ കിരൺ റിജു പറയേണ്ട ഓഡിയൻസ് എവിടാ? UP-ലും ബീഹാറിലും ഒക്കെയുള്ള ആൾക്കാരോടാ പറയുന്നത് ഇത് കോൺഗ്രസും ബാക്കിയുള്ളവരും കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ്. സത്യത്തിൽ അത് കള്ളത്തരമാണോ? കള്ളത്തരമല്ല, നമുക്കറിയാം കള്ളത്തരമല്ല എന്ന്. പക്ഷെ അവിടെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലടത്ത് പറയുന്ന കാര്യങ്ങൾ നുണ, ചില സ്ഥലങ്ങൾ വർക്ക് ചെയ്യും. കിരൺ റിജു പറയുന്ന സാധനം UP-ലെ ബീഹാർ ആ മേഖലയിൽ വർക്ക് ചെയ്യും. അവർ
നിശ്ചയമായും വിശ്വസിക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടേ ഇല്ലെന്ന്. പക്ഷേ ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞതാണ്, നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഒരു വലിയ ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമരം നടത്തേണ്ട സ്ഥാനത്തിന് നമ്മൾ സമരം നടത്തി തന്നെ, അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. CAക്കെതിരെ സമരം നടത്തി നേരെ സുപ്രീം കോടതി പോയാൽ മതിയായിരുന്നല്ലോ. സുപ്രീം കോടതിയിലും പോയി, അതവിടെ പെൻഡിങ് ആണ് പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ രാഷ്ട്രീയ സമരങ്ങളെ, രാഷ്ട്രീയ വിഷയങ്ങളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ ഇരിക്കുന്ന ആൾക്കാർ റെസ്പോൺസ് സുവമോട്ടോ അവർ ക്ലിയർ ചെയ്യേണ്ട വിഷയങ്ങളെ നമ്മളിലേക്ക് ബേർഡൻ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യണമെന്ന് പറയുന്നതിനടുത്ത് അവിടെയാണ് ഇവർ ഇരട്ടത്താപ്പ്. ആ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സുതാര്യത കീപ്പ് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന പോയിന്റിലേക്ക് കൂടി താങ്കൾ വരികയാണ്. ഞാനൊന്ന് വരാമേ. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇതിലിപ്പോൾ സുപ്രീം കോടതിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ തുടർ വാർത്താ സമ്മേളനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് നടക്കുന്ന പല വിധത്തിലുള്ള തട്ടിപ്പുകൾ, അതിന്റെ പല 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 ഇൻസിഡൻസ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതെല്ലാം കൂടെ നേരെയാക്കാൻ സുപ്രീം കോടതിക്ക് പറ്റുമോ? ഈ കാര്യത്തില് ഓൾറെഡി ഒരു തീരുമാനം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസ്ട്രിക്ഷൻസ് സുപ്രീം കോടതി പരിഗണിച്ചതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 640/2005 പെറ്റീഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തൊരു വിഷയമാണത്. അതിൽ സുപ്രീം കോടതി പറഞ്ഞൊരു വിഷയം, a bench of petition before this court which goes to the very root of the functioning of democratic republic. നമ്മുടെ രാജ്യത്തില് ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിനെ പോലും ലംഘിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കാണേണ്ടത്, കോടതിക്ക് ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്, ഇടപെടും. പക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഒരു ഘടകം അതല്ല. കാരണം ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ്, വളരെ ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ, അതായത് ക്രിമിനൽ നടപടികളാണ് പറയുന്നത്. കാരണം ഫോർജറി, 467, 468 പോലെയുള്ള ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങളാണ് ഇത് അപഗ്രഥിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാനുള്ള സംവിധാനമുള്ള കേസുകളാണ് ഇത്. ഈ എടുക്കേണ്ട പോലീസോ ഇത് അറിയേണ്ട ആളുകളോ ചെയ്യാതെ ജനങ്ങളുടെ മനസ്സിൽ വളരെ ഗുരുതരമായ സംശയമാണ് ഉണ്ടാക്കുന്നത്. കാരണം 560 പേരല്ല ഒരു വീട്ടിൽ 60 പേര് ഒരു മോഡലിന്റെ പേരിൽ 22 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രിമാ ഫേസിയ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പെശകുകൾ, ക്രിമിനൽ ആക്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ആരാണ് ചേർത്തത്? ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത്? ഇത് പോലീസിന് കേസെടുത്ത് പരിശോധിക്കേണ്ട കാര്യമാണ്. സുപ്രീം കോടതി ഇപ്പൊ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. സുപ്രീം കോടതി ഓൾറെഡി ഇതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ജനാധിപത്യം സംരക്ഷിക്കാനും ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനും ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനും അതിന്റെ ഭാഗമായി ഇപ്പോൾ പൊളിറ്റിക്കൽ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വളരെ പൊളിറ്റിക്കലായി നമ്മൾ കാണുന്ന ഒരവസ്ഥയിൽ ഈ ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ കിരൺ റിജിജു മിനിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളിതിൽ ഇടപെടില്ല എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളോടുള്ള കൃത്യമായിട്ട് ജനങ്ങളോടുള്ള ഇൻട്രസ്റ്റിനെ എതിർ നിൽക്കുന്ന ഒരു നടപടിയായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ഇത്രയും തെറ്റായിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനകീയമായ രീതിയിൽ ജനാധിപത്യത്തിലോട് കൂടിയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്നും അവരാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ള ആളുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യലല്ലേ ഇത് പ്രതികരിക്കേണ്ട ആളുകൾ എങ്ങനെ പ്രതികരിക്കണം അതുപോലെ പ്രതികരിക്കേണ്ടതല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ, ഹരിയാനയിലെ വോട്ടിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റിനോ കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ വസ്തുതയുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും എന്താ പറയുക, ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നാൽ അന്വേഷിച്ച് അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇവിടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്, പോലീസിനുണ്ട്. അതിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വളരെ അധികം തന്നെ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്നൊരു തോന്നൽ സാധാരണക്കാരന് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റു പറയാൻ വേണ്ടി കഴിയും. ഇപ്പം ഞങ്ങൾ പരാതി കൊടുത്താൽ മാത്രമേ അന്വേഷിക്കുള്ളൂ. ഈ നാട്ടിൽ കൊലപാതകം ഉണ്ടായാൽ, ക്രിമിനൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുത്തിട്ടാണോ? സൂമോട്ടോ എടുത്തുകൂടെ? പോലീസിന് ഒരു 154
എന്ന് പറയുന്ന നമ്മുടെ CRPCയിലെ ആ വിവരം ലഭിക്കാൻ എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ ഒരു ഫോൺ കോൾ പോലും ആവണമെന്നില്ല. അത് ലഭിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ട. ഞാൻ വീണ്ടും പറയുകയാണ്, ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളല്ല ഇത്. ഫോർജറിയും ഫ്രോഡും അതുപോലെ വിശ്വാസവഞ്ചനയൊക്കെയാണ്, ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അവിശ്വാസം പരിഹരിക്കാനുള്ള പരമമായ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടുകയും സാങ്കേതികത്വം പറയുകയും ചെയ്യുന്നത് നല്ലതല്ല രാജ്യത്തിന് എന്നാണ് ഷാബു പ്രസാദ്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല, നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിന് കോൺഗ്രസിന്റെ മറുപടി, അങ്ങനെ നിയമ നടപടിയിലൂടെ ഒരു പ്രശ്നം പരിഹരിച്ച് കളയാമെന്ന വിശ്വാസത്തിനുമേലല്ല ഇതിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മറിച്ച് ഈ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ നിലയ്ക്ക് കുഴപ്പമുള്ളതാണെന്ന് നാട്ടുകാരെ പഠിപ്പിക്കുക എന്നതിനാണ് ഊന്നൽ. ബാക്കി കോടതി പരിഹരിക്കുന്നെങ്കിൽ പരിഹരിക്കട്ടെ, കമ്മീഷന് പരിഹരിക്കാൻ തോന്നുന്നെങ്കിൽ പരിഹരിക്കട്ടെ. മറിച്ച് നിങ്ങൾ കാണൂ, ഈ കഴിഞ്ഞുപോയ വിജയങ്ങൾ പലതും, കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകൾ പലതും ഫെയർ ആയിട്ടല്ല നടന്നതെന്ന് ആളുകളെ മനസ്സിലാക്കുക. ശരിക്കും അത് തന്നെയാണല്ലോ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ജനങ്ങളാണ്. രാജ്യത്തെ സൃഷ്ടിക്കുന്നതും അതിനെ മുന്നോട്ട് നടത്തുന്നതും അതിന് തിരിവുകൾ എടുക്കുന്നതുമെല്ലാം ജനങ്ങളാണല്ലോ, കോടതിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമല്ല. അപ്പോൾ പരമാധികാരി ആരാണോ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലാണ് അവർ ഊന്നെന്ന് പറഞ്ഞു. ആ പോയിന്റിൽ മറുപടി ഒക്കെ ആണല്ലോ. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്, അപ്പോൾ അത് പരിഹരിക്കാൻ കൂടിയാണ് SIR നടപ്പിലാക്കിയ ബീഹാറിലെ ആളുകളെ കൊണ്ടുവന്നല്ലോ. അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പലരുടെയും ടെസ്റ്റിമണി അവിടെ പ്ലേ ചെയ്തല്ലോ. അവരവരുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡും കയ്യിലുള്ള വോട്ടേഴ്സ് ID-യും രേഖകളും എല്ലാം ആയിട്ട് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്തവരാണ്, ഇത്തവണ ഞങ്ങൾക്ക് വോട്ടില്ല. ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ ഞങ്ങളെ പരിഗണിച്ചില്ല. ഞങ്ങൾ പോലും അറിയാതെ, ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഈ കമ്മീഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നു ആ SIR കൊണ്ടെല്ലാം പരിഹരിക്കപ്പെടുമെന്ന്. നിഷാദെ, എനിക്ക് ഇവിടെ നിങ്ങൾ 4 പേര് അവരോട് ഒറ്റയ്ക്കാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് താങ്കൾ ഇടപെടരുത്, ഒരു കാരണവശാലും ഇടപെടരുത്. ഞാൻ സംസാരിച്ച് തീരുന്നിടം വരെ എനിക്ക് കുറച്ച് കൂടുതൽ സമയവും ആവശ്യമുണ്ട്. ഓക്കെ, ഞാനത് ആദ്യം പറയുകയാണ്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഒന്ന്, ഈ നാട്ടിൽ എല്ലാം ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളത് ഒരു വളരെ വേഗമായിട്ടുള്ള ഒരു പരാമർശം. ഈ കോടതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വലിയ കൺസെപ്റ്റ് മാത്രമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. ഇത്രയും കാലം ഇവർ അന്നേരം ഈ ജനങ്ങളോട് മാത്രം പറഞ്ഞ് പത്രസമ്മേളനങ്ങൾ നടത്തി ജനകീയമായിട്ട് മാത്രമാണോ ചെയ്തിട്ടുള്ളത്? ഇവർ ഇന്ന് വരെ കോടതികളിലൊന്നും പോയിട്ടില്ലേ? അത് വെറുതെ, അതായത് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുമോ എന്നുള്ള പേടി കൊണ്ടും അങ്ങനെയുള്ള ആശങ്ക കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം കോടതിയിൽ അധികം ഇനി അടുത്ത് അങ്ങനെ അതായത് പറഞ്ഞത് കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, എന്തെല്ലാം കേസുകളിൽ ഇവർ കോടതിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ കോടതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളോട് നേരിട്ട് പറയും. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. കാര്യം ഇവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്. ഇവർക്ക് കോടതിയിൽ പോകാൻ താല്പര്യമില്ല. ഇവിടെ അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ, അദ്ദേഹം നിയമവിജ്ഞാനമുള്ള അദ്ദേഹം പറഞ്ഞതിന് എന്താണ്, ഫോർജറി, മറ്റ് ഒരുപാട് വളരെ അങ്ങേയറ്റം ക്രിമിനൽ സ്വഭാവമുള്ള വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഉള്ളതെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ശരി, നിങ്ങൾ തന്നെ ആരോപിക്കുന്നു ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ നീതിയുക്തമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ആ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിങ്ങൾ വീണ്ടും നീതി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാണ് ഈ പറയുന്നത്. അത് നടക്കില്ലല്ലോ നിങ്ങളുടെ ഇതിൽ പ്രകാരം. അപ്പോൾ ആ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ചെയ്യിക്കാൻ അധികാരമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മുടെ ഭരണഘടനാ സ്ഥാപനം ഉണ്ട്, ആ ചോയ്സ് അവിടെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അതിന് പകരം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം എന്ന് പറയുന്നതിന്റെ അതിന് വളരെ ക്ലിയർ ആണ്. ഇവർക്കത് ഒന്നും പറയാനില്ല അതിൻ്റെ. പിന്നെ ഇലക്ഷൻ ഇതിന്റെ അകത്ത്, വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അകത്ത് ഈ 10-100 കോടിയോളം വരുന്ന ഈ ഹ്യൂജ് ഡേറ്റയ്ക്കകത്ത് ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ലാൽകുമാർ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് എല്ലാ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതാണ്. നോക്കൂ, ഇവിടെ ഡൽഹിയിലെ നിർവാചന സദനിലുള്ള 600 പേരാണ് ആകെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഔദ്യോഗിക ബോഡി. ഈ ഇലക്ഷൻ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് ശരിക്കും. ആ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയ റോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്നേ. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അതാത് ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിച്ചാണ് ഓരോ പ്രാവശ്യം എത്ര പേര് വോട്ടുണ്ട്, പുതിയ വോട്ട് ചേർക്കുന്നതും സഹായിക്കുന്നതും എല്ലാം. അങ്ങനെയുള്ള ഒരു വലിയ ഡീസെൻട്രലൈസ്ഡ് സംവിധാനമാണിത്.
അല്ലാതെ ഡൽഹിയിൽ ഇരിക്കുന്ന 600 പേരല്ല ഈ രാജ്യം മുഴുവൻ ഓടി നടന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും പരിശോധിക്കുന്നതും ഇതുമെല്ലാം. അവർ അതിന്റെ ആ ലിസ്റ്റിന്റെ ഒരു കസ്റ്റോഡിയൻ മാത്രമാണ്. ഇത് തയ്യാറാക്കുന്നതും ഈ പ്രോസസ്സുകൾ മുഴുവനും ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇരിക്കുന്ന 600 പേരല്ല. ഈ നാട്ടിലെ വളരെ സാധാരണ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് റോളുണ്ട്, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് റോളുണ്ട്. അങ്ങനെ എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണത്. ഇത് ഈ അടിസ്ഥാന തലത്തിൽ, അടിസ്ഥാന മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചാൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. അത് ചെയ്താൽ മതി. കാര്യം അല്ലാതെ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന 600 പേരെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്. അത് രാഷ്ട്രീയ പാർട്ടികൾ നോക്കൂ. ഇത് ഞാൻ പറയട്ടെ ഒരു കാര്യം. അതായത് ഒരു വീട്ടിൽ 10 രജിസ്റ്റേർഡ് വോട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഗ്രൗണ്ട് സർവേ നടത്തി അത് വെരിഫൈ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. അത് ചെയ്യുന്നില്ല ഹരിയാനയിൽ എവിടെയും. 0 എന്ന വീട്ട് നമ്പറിലുള്ള ഒരാൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു പരിശോധിക്കേണ്ടതാണ്, ചെയ്യുന്നില്ല. ഡബ്ലിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ അത് കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ കമ്മീഷനുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. വ്യാപകമായി സംഭവിക്കുകയാണല്ലോ. അതിന് രാഷ്ട്രീയക്കാരാണോ ഉത്തരവാദികൾ? പറയാം, രാഷ്ട്രീയക്കാർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറയാം, ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ട് നിഷാദെ? പരമാവധി നമുക്കൊക്കെ അറിയാവുന്നത് 1000 വോട്ട്. ഒരു ബൂത്ത് ലെവൽ ഏജന്റ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റിന് ഈ 1000 വോട്ടർമാരെയും മുഖപരിചയം നേരിട്ടറിയാവുന്നവരാണ്. ഒരു ബൂത്തിലേക്ക്, ഒറ്റ ബൂത്തിലേക്ക് ആ ബൂത്ത് ഏജന്റിന്റെ ജുറിസ്ഡിക്ഷന്റെ അകത്ത്, അയാൾക്ക് ചാർജുള്ള ബൂത്തിന്റെ അകത്ത് ഇത്ര വലിയ ഡിസ്ക്രിപ്പൻസി വന്നിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ട് ഷാബു പ്രസാദ്, ഞാൻ നിഷാദ് എന്ന ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പോലെ എല്ലായിടത്തും ബൂത്ത് ഏജന്റും ഹൈപ്പർ ലോക്കൽ പ്രവർത്തകരും ഒന്നുമില്ല. എൻ്റെ അവകാശം സംരക്ഷിക്കുക എന്നതിൻ്റെ ബാധ്യത ആർക്കാണ്? ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, ജയിക്കാനാണ് മത്സരിക്കുന്നത്. പക്ഷേ എനിക്ക് എല്ലാ ബൂത്തിലും ഏജന്റ് പോലും ഇല്ല എന്ന് വിചാരിക്കുക. മീൻസ് ബൂത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല. എൻ്റെ അവകാശം സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞു ഏജൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ, ആ ഏജൻസ് മര്യാദയ്ക്ക് പ്രവർത്തിച്ചാൽ താങ്കൾ അടക്കമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും അവകാശം അവിടെ ഓട്ടോമാറ്റിക്കലി സംരക്ഷിക്കപ്പെടും. പക്ഷെ അതൊരു ഭരണഘടനാപരമായ ബാധ്യതയല്ല. ഭരണഘടനാപരമായ ബാധ്യത കോടതിയുടെ ഈ പറഞ്ഞ കമ്മീഷന്റേതാണ്. അല്ലേ, രാഷ്ട്രീയ പാർട്ടികളുടേത് അല്ല. ഒരു കാര്യമുണ്ട്, അപ്പം ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ നിർവഹിച്ചത് ഭരണഘടനാപരമായ ബാധ്യതയാണോ? പത്രസമ്മേളനം നടത്തുക? സംശയം എന്താ? താങ്കൾ പറഞ്ഞു എല്ലാം ജനങ്ങളെ ഭാരമേൽപ്പിക്കുക എന്നത് പറഞ്ഞത് ഒരു കോൺസെപ്റ്റാണ്. അതിനപ്പുറം ഇവിടെ വ്യവസ്ഥാപിതമായ സംവിധാനം കോടതിയാണെന്ന്. നരേന്ദ്രമോദിയെ കൊണ്ട് കർഷക ബില്ലിലെ 3 ഞങ്ങൾ പിൻവലിപ്പിക്കുന്നു എന്ന് പറയുന്നത് കോടതിയാണോ? ജനങ്ങളല്ലേ പറയിച്ചത്? അല്ലേ, ജനങ്ങളാണ് പറയിച്ചത്. കാരണം അതുകൊണ്ട് ജനങ്ങളെന്ന് പറയുന്നത് എന്തോ ഒരു വേഗമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാൽപ്പനിക ഐഡിയയാണ്. കോടതിയാണ് സത്യം എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ ഞാൻ ഞങ്ങൾക്ക് ഇവർ പറയാതെ പറയുന്നത് എന്താണെന്ന്, ഞങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ല എന്നല്ലേ പറയുന്നത്. ഇനി ഒരു കാര്യം എനിക്ക് ലാൽകുമാറിനോട് കൂടെ പറയണ്ട, അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല പറയുന്നത്. ഈ ഇലക്ഷൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം. അദ്ദേഹം ജസ്റ്റ് ഇപ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈലില് 1950 to 2023 ഹൗ ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിന്റഡ് എന്ന ഒന്ന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ക്ലിയർ. അന്നും രാഷ്ട്രീയക്കാരുടെ താല്പര്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം. ഞാൻ മറുപടിയിലേക്ക് വരുന്നതിന് ഒരു ബ്രേക്ക് എടുക്കാൻ അത്യാവശ്യം സമയം കടന്നുപോയി. വേഗം തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് വീണ്ടും നിജേഷ് അരവിന്ദ്, ഇതിൻ്റെയൊക്കെ ഒരു പരിണതി എന്താണ് കോൺഗ്രസ് കാണുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു, അതിൽ പ്രസന്റേഷൻസ് നടത്തുന്നു, തെളിവുകൾ പുറത്തുവിടുന്നു. പക്ഷേ അതിന് കറക്ഷൻ മെക്കാനിസം പ്രവർത്തിക്കണമല്ലോ, അല്ലെങ്കിൽ പ്രോപ്പറായ ഒരു മറുപടി വരണം. ഇതൊന്നും ഉണ്ടാവുന്നില്ല. ലാസ്റ്റ് ടൈം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം ഏതാണ്ട് ഒരു BJPയുടെ പ്രതിരോധം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തത്. സോ ഇതിനകത്ത് ആണെങ്കിൽ ജനങ്ങളെ അണിനിരത്തുക എന്ന് വെച്ചാൽ ഈ വാർത്താ സമ്മേളനം നടത്തി പോയാൽ ജനം സ്വയം അണിനിരക്കില്ല. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു പ്രോസസ്സുണ്ട്. കോൺഗ്രസിനകത്ത് കാണുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയിനകത്ത് കാണുന്ന ഒരു സംഗതി എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അല്ല, അത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പത്രസമ്മേളനത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തെ എല്ലാ തെരുവോരങ്ങളിലും ഇതിൻ്റെ
ബാക്കി കാര്യങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. വീടാന്തരമുള്ള പ്രചരണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ ജനത ഈ കാര്യത്തിൽ അലേർട്ടാണ്, ഒരു സംശയവുമില്ല. ഇനി നമുക്ക് തിരിച്ച് ഷാബു പ്രസാദിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ചില കേസിനകത്ത് രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ച് MP സ്ഥാനത്ത് പുറത്താക്കി അദ്ദേഹത്തിന്റെ വീട് വരെ ഒഴിപ്പിച്ച പ്രസ്ഥാനമാണ്. ED കേസെടുത്ത് മണിക്കൂറുകൾ 50-60 മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് പൂട്ടാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP, അല്ലെങ്കിൽ BJPയുടെ കയ്യിലുള്ള മെക്കാനിസങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ തിരിച്ച് ഷാബു പ്രസാദിനോടും BJPയോടും ഒരു വെല്ലുവിളി. ഇദ്ദേഹം ഒരു ശല്യക്കാരനായ വ്യവഹാരിയാണ് എങ്കിൽ ഇദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനം നടത്തുന്നത് രാജ്യത്തെ നേരത്തെ പറഞ്ഞ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ദേശദ്രോഹിയാണ് എങ്കിൽ, ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ഫേക്ക് ആണ് എങ്കിൽ, ഇദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ജനകോടികളുടെ വിശ്വാസ സ്ഥാപനമായ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തെ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരു കേസ് തിരിച്ചു കൊടുക്ക്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനത്തെ അട്ടിമറിക്കുന്നു. ഇയാളെ പിടിച്ച് ജയിലിലടയ്ക്കണം. അതിന്റെ വഴി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഒരുപാട് തവണ ചെയ്തതല്ലേ. നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ രാഹുൽ ഗാന്ധിയെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ച പ്രസ്ഥാനമല്ലേ. ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, അതിനുള്ള പ്രതിബദ്ധതയുണ്ട് എങ്കിൽ, എന്തെങ്കിലും ശേഷി ബാക്കിയുണ്ട് എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുക, അയാളെ പിടിച്ച് ജയിലിലടക്കേ. ഈ വായടയ്ക്കാനുള്ള ധൈര്യം 500-ലധികം പത്രപ്രവർത്തകർ സത്യം പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യം കാണിക്കേ. ശരി ഞാൻ പറയാമേ. എന്താണ് ഷാബു അതിനകത്ത് രാഹുൽ ഗാന്ധിയെ തിരിച്ച് പരിഗണിക്കേണ്ടതില്ല എന്നാണോ പൊതുവായ തീരുമാനം? കാരണം ഇതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പറയാൻ താങ്കളാണല്ലോ. പക്ഷെ നോക്കൂ, BJPക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ അലിഗേഷൻ മുഴുവൻ. ഇതിനെല്ലാം ബെനിഫിഷ്യറി BJP ആണെന്ന് അദ്ദേഹം പറയുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളാണ് അദ്ദേഹം അവിശ്വാസത്തിലാക്കാൻ ശ്രമിക്കുന്നത്. BJPക്ക് അതിൽ പരാതിയൊന്നും ഇല്ലേ? അതിന്റെ ആൻസർ വളരെ സിമ്പിളാണ് നിഷാദെ. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതും BJPയുടെ ആവശ്യമാണ്. ഈ സത്യത്തിൽ ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വിജയിപ്പിച്ചതിന്റെ അകത്ത് രാഹുൽ ഗാന്ധിയുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഷാബു പ്രസാദ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയട്ട. തെരഞ്ഞെടുപ്പ് നിങ്ങൾ എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. വാരാണസിക്കകത്ത് അവസാനത്തെ ലാപ്പിൽ പിടിച്ചു കയറിയ BJPയെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വലിയ ഗുണം ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ടത്തിലാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്ത വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് അവസാനത്തെ മണിക്കൂറിലാണ് ആളുകളെ വോട്ട് ജയിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചത് മോദിയുടെ സ്റ്റാർ ക്യാമ്പയിൻ കൊണ്ടാണ് ജയിച്ചതെന്ന് പറയില്ല. രാഹുൽ ഗാന്ധിയെ അങ്ങനെ പരിഗണിക്കുന്നില്ല എന്നാണ് ശിലാൽ കുമാർ ഈ ഇതിന്റെ ഒരു ജനങ്ങൾക്കിടയിലെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിക്കുകയാണ്. കാരണം ഇതിപ്പോ നമ്മൾ എന്തുകൊണ്ട് കമ്മീഷൻ മറുപടി പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിന് ഒരു കാര്യമില്ല. കമ്മീഷന്റെ ഒരു സമീപനം നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ ഒരു പ്രതിഫലനം ഇനി നടക്കേണ്ടത് ജനങ്ങൾക്കിടയിലാണ്. ജനം അവരുടെ അടിസ്ഥാന അവകാശം നഷ്ടപ്പെടുന്നു എന്ന പ്രശ്നത്തെ എടുക്കലാണല്ലോ വേണ്ടത്. രാഹുൽ ഗാന്ധി പറയും പ്രകാരമാണെങ്കിൽ അതിനെ ചാനലൈസ് ചെയ്യുന്നതിന് എന്തുമാത്രം ഒരു ഐക്യം പ്രകടമാകുന്നുണ്ട് ഇവിടെ ഈ ഇന്ത്യ മുന്നണിക്കകത്തെ പാർട്ടികൾക്കിടയിൽ, അല്ലെ അവർക്ക് എന്തുമാത്രം കഴിയുന്നുണ്ട്, അവർക്ക് എന്തുമാത്രം അതിനെക്കുറിച്ച് വിഷനുണ്ട്? അല്ല, താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു വാദത്തിന് അത് ഒരു ബാലിശമായ വാദമായി തോന്നുന്നൊരു കാര്യം പറയാം. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോൾ BJPക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്, കോടതി പോക്കൂടെ എന്ന് ചോദിക്കുന്നു. അതും അവർ തന്നെയല്ലേ ചോദിക്കുന്നേ. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടേ ഇരുന്നോട്ടെ, കോടതിയിലേ പോകണ്ട എന്നല്ലേ നിങ്ങൾ സത്യത്തിൽ പറയേണ്ടത്. നിങ്ങളുടെ വാദം എടുത്തു നോക്കുകയാണെങ്കിൽ സംഭവം അതല്ല. കൃത്യമായി ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള വാർത്താ സമ്മേളനമാണെന്നും അത് ആൾക്കാരിൽ ഇവരുടെ വിശ്വാസ്യത, ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു സാധനം അല്ല. നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യം അതാണ്.
ആ വിശ്വാസ്യതയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവർ കോടതി പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ നേരത്തെ വാദം അനുസരിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടേ ഇരുന്നോട്ട്. കാര്യം രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനനുസരിച്ച് കൂടുതലോട്ട് ഈ BJP കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പൊ അതല്ല, ഇവർക്ക് കിരൺ റിജിജു മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ, ഷാബു പ്രസാദ് ചർച്ചയ്ക്ക് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃത്യമായി അവർക്കറിയാം ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് ഒരു ലോജിക്കൽ മാൻ്റെ മുന്നിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ പേരും നാളും ഈ ഒരു പേരുനാളും അല്ല ഫോട്ടോ ഉപയോഗിച്ച് 100-200 ജില്ലാനും എടുത്ത് വോട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാണുള്ളത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നോക്കൂ, ഷാബു പ്രസാദ് പറഞ്ഞ കാര്യം എന്താ, ഞാൻ പറയട്ടെ പ്ലീസ്. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ പ്ലീസ്. ഇത് ശരിയല്ല. ഞാനൊന്ന് പറയട്ടെ. ഞാൻ താങ്കൾ പറയുന്നതിൽ കൺസീഡ് ചെയ്യുന്നില്ല. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. ഞാൻ ഒന്ന് പറയുന്നത് കേക്ക് പ്ലീസ്. ഞാൻ പറയട്ടെ. ഇവർ പറഞ്ഞു സാധനം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഇവർ പറഞ്ഞ എന്താ, ഇവർ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാങ്ക്ടിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കാരണവശാലും ഒരു അൺഇംപീച്ചബിൾ ഇന്റഗ്രിറ്റി ഉള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. 2014 മോഡി അധികാരത്തിന് വരുന്നതിന് മുമ്പ് വാരണാസിയിൽ ബാനിയാബാഗില് ഒരു റാലി നടത്തണമായിരുന്നു. ആ റാലിക്ക് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പെർമിഷൻ കൊടുത്തില്ല. കാര്യം എന്താ, മോഡി അന്നും പോപ്പുലറാണ്. മോഡിയുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ബാനിയാബാഗിന് ഇല്ലെന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ എക്സ്പ്ലനേഷൻ. അതിന് മോഡി പറഞ്ഞ എന്താണെന്നറിയോ, മോഡി പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ മാച്ച് ഫിക്സിംഗ് നടത്തുന്നു എന്നാണ്. അരുൺ ജെയ്റ്റ്ലി കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്തുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ ക്രെഡിബിലിറ്റിയും നശിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ വാരണാസിയിൽ നടത്തിയത് സമരമാണ്. നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയല്ല ചെയ്തത്, സമരം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അപ്പം സമരമാണ് ചില സ്ഥലത്ത് മാർഗങ്ങൾ, അതിന് എനിക്ക് ഒരു സംശയമില്ല. നിങ്ങളുടെ ഇൻസിഡന്റ് എടുത്ത 2014 നിങ്ങൾക്ക് എടുത്തു നോക്കാം, ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അരുൺ ജെയ്റ്റ്ലി കരൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂ 2014 കരൺ താപ്പറിന് ബാനിയാബാഗിലെ വിഷയം പോയി നോക്കിക്കോളൂ. ദീപക് പ്രകാശ്, ഇതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസമാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നു, ജയിച്ചവരും തോറ്റവരുമെല്ലാം. ആ വിശ്വാസം തകർന്നാൽ പിന്നെ ആകപ്പാട് തകരും. അപ്പോൾ അത്രയും സീരിയസ് ആയ ഒരു പ്രശ്നം അതിനകത്തുള്ളത് എനിക്ക് അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് സുപ്രീം കോടതി കുറച്ചുകൂടി വേഗത്തിലും ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഇതിനകത്ത് കൈവയ്ക്കേണ്ടതല്ലേ? ഞാൻ ഇറങ്ങാണ്. ഓക്കെ, യെസ് താങ്ക് യു ഷാബു, താങ്ക് യു. ദീപക് പ്രകാശ്, ഞാൻ ഓഡിയോ കേൾക്കുന്നില്ല, താങ്കളുടെ മ്യൂട്ട് ഒന്ന് ഒഴിവാക്കണം തോന്നുന്നു. ഈ പറഞ്ഞ വിഷയത്തില് സുപ്രീം കോടതി എപ്പോഴാണോ ഈ കേസ് വന്നുള്ളത് സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. ഇപ്പൊ 9/10 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 3,66,000-ഓളം ആളുകളാണ് ഇന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഇവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതി വ്യക്തമായ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ആകമാനമുള്ള ലീഗൽ സർവീസ് വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ മാക്സിമം ആളുകളുടെ വെരിഫിക്കേഷൻ നടത്തി തിരിച്ചു കൊണ്ടുവരണമെന്നും അടിയന്തരമായ ഉത്തരവ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ വളരെ ഉത്തരവാദിത്തോടു കൂടി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ സുതാര്യമായിട്ടുള്ള ഉത്തരവുകളാണ് സുപ്രീം കോടതി പാസ്സാക്കുന്നത്. സുപ്രീം കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട്, സുപ്രീം കോടതി കാലഘട്ടത്തിൽ പാലിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീണ്ടും ഈ വിഷയം സുപ്രീം കോടതിയിൽ വരുമ്പോൾ വളരെ വ്യക്തമായ ഉത്തരവുകൾ ഉണ്ടാകുകയും ഇനി ഇതുപോലുള്ള നടപടിക്രമങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ ഗൈഡ് ലൈൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതി ഈ കേസിൽ ഓൾറെഡി കാലാകാലങ്ങളിൽ ഇതുമാതിരി ഈ വർഷത്തിൽ 2, 3, 4 ഓർഡറുകൾ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായി പറയുന്നുണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും. ഈ 3.66 ലക്ഷം ആളുകളെ മാറ്റി നിർത്തി ഇപ്പോൾ കുറെ ആളുകൾ കൂട്ടി എന്നാണ് പറയുന്നത്. ഈ 2 കാര്യങ്ങളും കോടതി വളരെ വ്യക്തമായി പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റുന്നതിൽ സുപ്രീം കോടതി ഒരു കാരണവശാലും പരാജയപ്പെടില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള കാര്യം സുപ്രീം കോടതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ, ഈ കേസ് കൊടുത്തിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുള്ളത്, അവർ കോടതിയിൽ കൊണ്ടുവരികയും കോടതി ഇതിൽ വളരെ നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുമെന്നും തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് ഈ കോടതിയിൽ പ്രാക്ടീസിന്റെ അഭിഭാഷകൻ എനിക്ക് തോന്നുന്നത്. നിർബന്ധമായിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു കാരണവശാലും ആളുകൾക്ക് ഇവിടെ
ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസം തകരാൻ വേണ്ടി പാടില്ല. ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസം നിലനിൽക്കുക പ്രധാനമാണ്. അതിന് കോടതി ഇടപെടുക പ്രതീക്ഷിക്കുന്ന കാര്യം. അതിനപ്പുറം ജനങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുകയും വേണം. ഞാൻ അവസാനിപ്പിക്കുന്ന സമയം കഴിഞ്ഞോളൂ. താങ്ക് യു ദീപക് പ്രകാശ്, ലാൽകുമാർ, ഒപ്പം ശ്രീ നിജേഷ് അരവിന്ദ്, ഷാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള.